നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗൂഞ്ചി ഫിഷിൻ്റെ എപ്പിസോഡ്സാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൂഞ്ചി ഫിഷിങ് നമുക്ക് തന്നത്. ബിക്കാസനിലെത്തി നമ്മൾ ഫസ്റ്റ് ഡേ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ ഡേ കഴിയുന്ന വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് തോന്നുന്നു ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളെല്ലാവരും പോയി വീഡിയോ കാണാം. പിന്നെ അതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മളവിടെ ചെന്ന് നമ്മളുടെ ഫിഷിംഗ് ഗൈഡ്സ് നമ്മളടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളടുത്ത് ഷെയർ ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മാക്സിമം സപ്പോർട്ട് തരാം. നല്ല നല്ല ഫിഷിംഗ് വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് രണ്ടാമത്തെ ദിവസത്തിലെ ഗൂഞ്ചി ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കാം. ഇന്നലെ നമ്മൾ ഇട്ട സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. പോഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കല്ല് കെട്ടിയിട്ടൊക്കെയാണ്, അതായത് ആ ബെയ്റ്റ് ഏറ്റവും താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വെയിറ്റുള്ളൊരു കല്ലാണ് കേട്ടോ. ഈ ഏരിയയിലെ ഏറ്റവും നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഈ പ്രാവശ്യം കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷുവറായിട്ട് നമ്മൾ ഗൂഞ്ചിനെ പൊക്കിയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ ഗൂഞ്ചിന് വേണ്ടിയിട്ട് ബെയ്റ്റ് ഇട്ട് വെച്ചേക്കാണ്. ഒന്ന് കുറച്ച് ഡീപ്പുള്ള സ്ഥലമുള്ള അവിടേക്ക് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന റോഡ് ഈ വളരെ അടുത്തായിട്ട് ഇവിടുന്ന് ഈ റാപ്പിഡ് വന്ന് ജോയിൻ്റ് ആവുന്ന ഒരു ഏരിയയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയം നമുക്ക് മാസീറിനെ ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അൾട്രാ ലൈറ്റിൽ നമുക്ക് ഗോൾഡൻ മാസീർ ഇട്ടിരിക്കുകയാണ്. Fish, 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 fish.
ये सीजन कब है ये कौन सा? इसका जो मेन सीजन है ये स्टार्ट जो होता है कैटफिश के लिए मार्च 15 मार्च से स्टार्ट होता है और जून लास्ट। तो अभी अच्छा टाइम, अच्छा सीजन है, अच्छा टाइम है। जैसे ही थोड़ा सा मटी कलर होता है, इसमें मटी कलर होता है तो ज़्यादा चांसेस बढ़ जाते हैं, ज़्यादा क्योंकि जो कैटफिश है ऑलमोस्ट रॉक साइड सेफ रहती है। ठीक है, ओके। सम टाइम निकलती है फीड के लिए, फीड उसने दिया और फिर वहीं जाके बैठ जाए। ठीक है, 1-2 दिन के बाद वो अपना रिलैक्स होके बैठेगी, ज़्यादा बिग बेली नहीं होती उसके अंदर इतनी चर्बी भर जाती है कि वो एक बार वेट लेती है तो 2-3 दिन के लिए कुछ नहीं खाएगा। ओके, ठीक है। उसके बाद क्या होता है कि इसका जो इसका फाइट ही अलग है। अगर ये बेड लेके बैठ गई तो घंटों तक बैठी रहती है। महाशेर जो है वो मिडिल मूव करती है तो लॉन्ग फाइट करती है। लॉन्ग फाइट। ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷ് അടിച്ചിട്ടുണ്ട്. റാപ്പിഡിലായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. क्या है? कालामास वो इसमें मिलेगा? റയർ ക്യാച്ച് ഇതാണ്. അത് മാസീറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ വളരെ റയർ ആയിട്ടുള്ളൊരു ക്യാച്ചാണത്. എന്തായാലും അത് കലക്കി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാച്ച് കേട്ടത്. ഇതാണ് ഇവിടുത്തെ ബ്ലാക്ക് ഫിഷ് എന്ന് പറയുന്നത്. ബിക്കാസിനിൽ നിന്ന് നമുക്ക് മാസ്റ്ററിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ്. റയർ ക്യാച്ചാണ്, കാരണം സ്പിന്നറിലോ ലൂറിലോ അങ്ങനെ ഇത് കിട്ടാറില്ല. ഇത് ഒരു ആൽഗെ ഈറ്ററാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് ഒരു 2 കിലോ അടുത്തുണ്ട്. മാസീറാന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വേറൊരു ഫിഷാണ്, നല്ല കലാമാസ്, ഒരു വെറൈറ്റി ഫിഷ് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ആശാറാംജി പറയാമെന്ന് വെച്ചാൽ ഗൂഞ്ചിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബൈറ്റാണ് ഈ ടോൺസിപ്പ് കലാബാസ് എന്ന് പറയുന്നത്. ഇതൊരു 2 കിലോ, ഏകദേശം 2 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആൾ പറയുന്നത് വെച്ചാൽ ഇതിനെ റിലീസ് ചെയ്യേണ്ട നമുക്ക് ഗൂഞ്ചിന് വേണ്ടിയിട്ട് ബൈറ്റ് ഇടാന്ന് പറയുന്നത്. आशाराम जी, ये गूंज के लिए क्या क्या बाइट यूज़ करते हैं? इसके लिए कालाबांस है, आपका छोटा वाला मिडिल साइज मासेर, वो भी ले लेता है। ये जो है कैटफिश जो है ये डेड वेट, लाइव वेट ये दोनों लेता है, मगर लेगा बेट। ठीक है, ये बेट ही लेता है। और इसके लिए हम लोग ज़्यादा जो यूज़ करते हैं वो कालाबांस यूज़ करते हैं। स्टोन सिप कालाबांस जो माना जाता है उसको यूज़ करते हैं इसके लिए। और यही इसका वेट है, मेन चीज़ वेट है इसका। वेट कोई लेगा और ज़्यादा मतलब फास्ट मूविंग नहीं करता। जैसे हमने वेट एक टाइम डाल दिया तो घंटों तक हमें इंतज़ार करना होगा, पूरी नाइट इंतज़ार करना होगा, दूसरे फुल डे इंतज़ार करना होगा। उसके बाद इंतज़ार हम कर लेंगे, उसके बाद फिर जो है वेट को चेक करेंगे। ठीक है, फिर नया वेट डालेंगे, उसमें न्यू वेट लाएंगे, उसको ला के सेटअप करके फिर नेक्स्ट कास्ट करेंगे, रिकास्ट करेंगे उसमें। ठीक है, फिर सेम सिचुएशन होगी कि 1 दिन 2 दिन फिर हम इंतज़ार करेंगे। ठीक है, ये गूंज का बड़ा कैच कितना है? सबसे जो बड़ा हमने कैच किया है, हमने जो हमने कैच किया है वो
10 kg, 110 kg. 10 kg. गूंज फिशिंग के लिए पेशेंस चाहिए, पेशेंस होना ज़रूरी है। Patience है ना? यस, क्योंकि अगर आपके अंदर पेशेंस नहीं होगा, आपने कास्ट करा और 1 घंटे के अंदर नहीं मिला, आपका ऑपरेशन खत्म हो गया तो आपका for me fishing we have this patience. For whatever fishing we are doing, definitely we have to be more patient. So because you know sometimes we will never get fish. Sometimes we will go throughout the day, or sometimes we will go every day, every week, every month. Yeah. But it's only by luck only we will get the fish. So we have to wait for that. So I think for all anglers or who is doing fishing, they have more patience. So like that, wait for good. Okay. आपका आने का भी यहाँ पे मेन उद्देश्य गूंज के लिए है, ठीक है। तो ऊपर वाले ने कहा जरूर आप हैप्पी होके जाएंगे, ऊपर वाला हैप्पी। അപ്പോൾ നമ്മൾ ഗൂഞ്ചിന് അവിടെ ബെയ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അറിയില്ല എന്താ സംഭവിച്ചിട്ടുള്ളത്, നമുക്ക് പോയി നോക്കാം. രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും കിടക്കാനുള്ള എല്ലാ സെറ്റപ്പായിട്ട് നമ്മൾ വന്നിരിക്കണം. അപ്പോൾ അതൊക്കെ ഇനി അവിടെ വരെ പോയി നോക്കാം. അപ്പോൾ അതെ ഇതാണ് ഗൂഞ്ചിന് വേണ്ടിയിട്ട് ബെയ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആ അറ്റത്താണ്. പ്രോഗ്രസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. ഈ 2 ദിവസമായിട്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. കണ്ടിന്യൂസ്ലി നമ്മൾ ബെയ്റ്റ് ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ചിലവഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വില കൊടുത്തും ഗൂഞ്ച് കിട്ടിയേ പറ്റും. കാരണം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ ഇവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കി, ബൈറ്റൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇട്ട് വെച്ച ബൈറ്റെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മളിന്ന് മാസറിന് വേണ്ടിയിട്ടുള്ള ലൈവ് ബൈറ്റും നമ്മളിവിടെ ട്രൈ ചെയ്യും. അപ്പോൾ മാസറും ഉണ്ടാവും, ഗൂഞ്ചുണ്ടാവും. ബാക്കി നാളെ കാണാം. കാഗസത്തേക്ക് കൂടെ ജലജായരേ. ഗൂഞ്ചി ഫിഷിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് 2ാം ദിവസമായി ഇന്നും അവസാനിക്കുന്നില്ല. നേരം വെളുക്കുന്നത് വരെ നമ്മൾ കാത്തിരുന്നെങ്കിലും ഫിഷ് ഇതുവരെ കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 3-ാം ദിവസമായ ഇന്ന് ഇതേപോലെ തന്നെ തുടർച്ചയായി നമ്മൾ കൂഞ്ചി ഫിഷിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ബെയ്റ്റെല്ലാം മാറ്റി പുതിയ ബെയ്റ്റിലോട്ട് ബെയ്റ്റ് ട്രൈ ചെയ്യുന്നതുമുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.